പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: പീഡിപ്പിക്കും തോറും നിനക്ക് എന്ത് സംഭവിക്കുന്നു? എന്താണ് ചോദ്യം? അതായത് നമ്മൾ മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോഴല്ല, നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ അതിനെ പീഡിപ്പിക്കപ്പെടുന്നൊന്നുമില്ലല്ലോ, അല്ലേ? ഉണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ചില പ്രയാസങ്ങൾ, സഹനങ്ങൾ ഒക്കെ, ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്നത്തെ ഒന്നാം വായനയിൽ പറയുകയാണ്, ഫറവോ ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് എഴുതി വച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പീഡിപ്പിച്ചത്. ഇവർ വളരുന്നത് കണ്ടപ്പോൾ ഫറവോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവർ വളർന്ന് ഈജിപ്തിൽ, ഇസ്രായേൽക്കാർ വളർന്ന് ഈജിപ്തുകാരെ തന്നെ വിഴുങ്ങിക്കളയും എന്നുള്ളൊരു സ്ഥിതിയായപ്പോൾ ഫറവോ വിചാരിച്ചു ഇവരെ പീഡിപ്പിച്ചില്ലാതെയാക്കാമെന്ന് ഫറവോ വിചാരിക്കാം. അപ്പോൾ വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിനുള്ള ഒരു അഭിഷേകമാണ്. ഈശോയോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായാൽ അത് നമ്മുടെ വർധനവിനുള്ള ഒരു മാർഗമായി ദൈവം മാറ്റും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളായിരിക്കാം, പരീക്ഷകളിലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ ഒക്കെയുള്ള പരാജയങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ. പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെരുക്കം, കുടുംബജീവിതത്തിലുള്ള ഒരു ഞെരുക്കം നമുക്ക് ആത്മീയ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിന്, വർധനവുണ്ടാകുന്നതിന് കാരണമാകും. ഹല്ലേലൂയ. അപ്പോൾ എല്ലാം സുഖം. ഇപ്പം നമ്മളുടെ ഒരു വൃക്ഷം തന്നെ എടുക്കുക. ഒരു മരം നമ്മൾ നട്ടിട്ട് അതിൻ്റെ ചുറ്റും അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും എല്ലാം കടക്കൽ കൊണ്ടുപോയി തന്നെ വെച്ചു എന്ന് വിചാരിക്കുക. ആ മരം ശരിക്കു വളരുമോ? ആ മരം വളരില്ല എന്നതാണ് ശാസ്ത്രം. എല്ലാം കടക്കൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആ മരത്തിന് കാതലുണ്ടാവുകയില്ല, ഉറപ്പുണ്ടാവുകയില്ല. ആ മരത്തിന് കുറച്ച് ദൂരെ, അതുകൊണ്ടാണ് നമ്മൾ തടമൊക്കെ എടുക്കുമ്പോൾ തൊട്ടടുത്തല്ലല്ലോ ഇടുന്നത്, ഒരു ഇത്തിരി മാറ്റിയിടും, അല്ലേ? അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് ഈ വേരുകൾ ഇങ്ങോട്ട് ആ വെള്ളമുള്ള സ്ഥലത്തേക്ക്, വളമുള്ള സ്ഥലത്തേക്ക് കഷ്ടപ്പെട്ട് ഒന്ന് സഞ്ചരിക്കണം. ഒരു സഹനം ആവശ്യമുണ്ട്. നമ്മൾ ഈ വീണ്ടും തെങ്ങിനൊക്കെ തടമെടുക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ വേര് പൊട്ടും, അല്ലേ? വേരൊന്ന് ചെത്തും. ആ ചെത്തൽ ശരിക്കും എന്താണ്? ഒരു മുറിവാണ്. ആ വേരിനുള്ളൊരു മുറിവാണ്. ആ മുറിവിലൂടെ എന്ത് സംഭവിക്കും? വളർച്ചയുണ്ടാക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളിലും കഴിഞ്ഞ ഒരു ഞെരുക്കവുമില്ലാതെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് വർധനവുണ്ടാവുകയില്ല, വളർച്ചയുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങളെ, ചില സഹനങ്ങളെ, ചില സങ്കടങ്ങളെ, ചില വേദനകളെ, ചില ദുഃഖങ്ങളെ, ചില തകർച്ചകളെ, ചില ദുരിതങ്ങളെ, ചില പരാജയങ്ങളെ ദൈവം അനുവദിക്കുന്നത്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഇത് ഈ പറഞ്ഞതെല്ലാം കൂടി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കുരിശ് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടി, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സങ്കടങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും സ്വന്തം ജീവൻ നേടാൻ ആഗ്രഹിച്ചാൽ, അതായത് എല്ലാം സുഖത്തിലും ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ആ ജീവൻ നഷ്ടപ്പെടും, നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവില്ല. പക്ഷെ ആരെങ്കിലും എന്നെ പ്രതി ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ, ഈ കടക്കലുള്ള മണ്ണൊക്കെ മാറ്റാൻ തയ്യാറായാൽ, നിങ്ങൾ ആ ജീവൻ, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ, നിങ്ങളത് നേടും. മറ്റു ഏതിനെങ്കിലും ഈശോയേക്കാളധികം നമ്മുടെ പഠനത്തെയോ ജോലിയെയോ സമ്പത്തിനെയോ എന്തെങ്കിലും കാര്യത്തെ ഈശോയേക്കാളധികം സ്നേഹിക്കുന്നവർ, ഈശോ പറയാണ്, എനിക്ക് യോഗ്യരല്ല, ഇറ്റ്സ് നോട്ട് വർത്തി ഓഫ് മീ. നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും ഉപരി
കർത്താവിനെ വൺ ഓഫ് ദ പ്രയോറിറ്റീസ് അല്ല, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി. ഈശോ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈശോയെ അന്വേഷിക്കുകയല്ല, ഈശോ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വളരാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഈശോയ്ക്കൊപ്പം മറ്റുള്ള വ്യക്തികളെ, വസ്തുക്കളെ, കാര്യങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതിനെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. നമ്മുടെ സങ്കടങ്ങളിൽ, ദുരിതങ്ങളിൽ നമ്മൾ തകർന്നു പോയിട്ടുള്ളതിനെ, കർത്താവിനെ അന്വേഷിക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. കർത്താവിൻ്റെ വലിയ നന്മയെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.